ഇപ്പോൾ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജന പ്രവാഹമാണ്. 2 ദിവസം കൊണ്ട് 1.5 ലക്ഷത്തിലധികം ഭക്തരാണ് ദർശനം നടത്തിയത്. പുതുവർഷമായി ഇന്നും വലിയ ഭക്തജന തിരക്കാണ് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്നത്. 11 മണിയോടെ ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്ദർശിക്കും. വിവരങ്ങളുമായിട്ട് മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ ശബരിമലയിൽ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ? സെതു, ഇന്ന് 3 മണിയോടുകൂടി പുലർച്ചെ 3 മണിയോടുകൂടി നട തുറന്നു. എന്തായാലും വലിയ തരത്തിലുള്ളൊരു തിരക്കാണ് കഴിഞ്ഞ 2 ദിവസമായി ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ തിരക്കാണ് ശബരിമലയിലുള്ളത്. ഇന്നിപ്പോൾ 6 മണി വരെ കഴിയുമ്പോൾ ഏകദേശം 20,000 പേരാണ് സന്നിധാനത്തെത്തി 18 പടി ചവിട്ടി അയ്യനെ ദർശിച്ച് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ആദ്യം മുതൽക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇവിടെ നിന്ന് ദർശനം നൽകി മടങ്ങിയത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ബാലാവകാശ കമ്മീഷനും സന്നിധാനത്തെത്തും. അതിനോടൊപ്പം തന്നെ ഇന്ന് 3:30 തന്നെ നെയ്യഭിഷേകം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 1 മണി വരെയായിരിക്കും രാവിലെ ദർശന സമയം ഉണ്ടാകുക. അതിനുശേഷം നടയടച്ചതിന് ശേഷം വീണ്ടും 3 മണിക്കായിരിക്കും നട തുറക്കുക. 11:30 തന്നെ ഹരിവരാസനം പാടി നടയടയ്ക്കുകയാണ് ചെയ്യുക. എന്തായാലും ഇന്നലെ ഏകദേശം 90,000 വരുന്ന ഭക്തരാണ് ഇവിടെ ദർശനം നടത്തി മടങ്ങിയത്. അതിനോടൊപ്പം തന്നെ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പുതുവത്സര സന്ദേശവും അതോടൊപ്പം തന്നെ കർപ്പൂരമൊക്കെ കത്തിച്ച് ഒരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും വലിയൊരു ക്യൂ ആണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത്രയേറെ ആളുകൾ അപ്പോഴും കാത്തിരിക്കുകയായിരുന്നു ദർശനത്തിന് വേണ്ടി. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഭക്തർക്ക് പൂർണ്ണമായുമുള്ള പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന പോലെ രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും ഏകദേശം വരുന്ന 90,000-ഓളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയേറെ തിരക്കുകൾ ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാണ്. അത്തരത്തിലുള്ള മറ്റ് തിരക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാതെ എല്ലാ ഭക്തർക്കും കൃത്യമായ ദർശനം ഒരുക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുക്കിയിട്ടുമുണ്ട്. മനീഷ്, ഇന്നലെ ഈ ഹാപ്പി ന്യൂ ഇയർ മനീഷ്, ഇന്നലത്തെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു സന്നിധാനത്തെ ന്യൂ ഇയർ? സെതു, ഞാൻ ആദ്യമായിട്ടാണ് സന്നിധാനത്തൊരു ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. കൃത്യം 12 മണിയായപ്പോൾ തന്നെ ഇവിടെയുള്ള പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയൊക്കെ ആഭിമുഖ്യത്തിൽ ഒരു കർപ്പൂര ദീപമൊക്കെ ഉണ്ടായിരുന്നു. കർപ്പൂരത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി അത് ബഹുമാനപ്പെട്ട ADGP ശ്രീ സാറാണ് അതിന് തിരിതെളിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്ന ഒരു സാഹചര്യം. 12 മണിയായപ്പോൾ സ്വാമിമാരൊക്കെ ഈ ദർശനം കാത്തിരുന്ന സ്വാമിമാരെല്ലാവരും തന്നെ വലിയ രീതിയിൽ ആവേശത്തോടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്ന ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു എന്തായാലും ഇന്നലെ ഉണ്ടായിരുന്നത്. വൃശ്ചിക തണുപ്പിലും അതൊന്നും വകവയ്ക്കാതെ അനേകമായിരം ആളുകളാണ് രാത്രിയുമായി വൈകിയും ഇവിടെ ദർശനത്തിനുണ്ടായിരുന്നത്. എല്ലാവർക്കൊപ്പം ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ കഴിഞ്ഞത്. ഓക്കെ മനീഷേ, ശരി, ഓക്കെ. അപ്പം മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത് നമ്മുടെ ശബരിമലയിൽ നിന്ന്.